അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഇനി പറയാൻ പോകുന്നത് അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സുന്നത്ത് മഅ്മൂമിനാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ മഅ്മൂമിനാണ് മറവി സംഭവിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? മഅ്മൂമ് ഈ പറയപ്പെട്ട അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് മറന്നുകൊണ്ട് നഷ്ടപ്പെടുത്തി. ഈ നഷ്ടപ്പെടുത്തിയ മഅ്മൂമ് മറ്റൊരു ഫർളുമായി ബന്ധപ്പെടാതിരിക്കട്ടെ, അയാൾ ഇമാമിനോട് തുടരൽ നിർബന്ധമാണ്. ഇനി ഈ മറന്നുകൊണ്ട് നഷ്ടപ്പെട്ട മഅ്മൂമ് ഇമാമിനോട് തുടരുന്നില്ല എങ്കിൽ അപ്പോൾ തന്നെ അയാൾ ഇമാമുമായി പിരിയുന്നു. ഇമാമിനോട് മുഫാറഖത്തിനെ കരുതണം. ഇങ്ങനെ കരുതാതെ അയാൾ തുടർന്നു പോയാൽ അയാളുടെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞു മഅ്മൂമ് മറന്നുകൊണ്ടാണ് ഒരു അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെടുത്തിയത്. ഇനിയിപ്പോ മഅ്മൂമ് മനഃപൂർവ്വമാണ് ഒരു അബ്ആദ് സുന്നത്ത് നഷ്ടപ്പെടുത്തിയതോ എങ്കിൽ അയാൾക്ക് ഒന്നെങ്കിൽ ഇമാമിനോട് തുടരാം, അല്ലെങ്കിൽ ഇമാം എവിടെയാണോ ഉള്ളത് അതിലേക്ക് മടങ്ങിപ്പോകാം. അതല്ലെങ്കിൽ ഇമാമിനോട് പിരിയലിനെ നിയ്യത്ത് വെക്കണം. അതിൽ ഏറ്റവും നല്ലത് എന്താണ്? ഇമാമിനോട് തുടരാൻ വേണ്ടിയിട്ട് ഇമാം എവിടെയാണോ ഉള്ളത് അവിടേക്ക് തിരിച്ചു പോകലാണ് നല്ലത്. അതെങ്ങനെയാണ് നമുക്കൊന്ന് ഉദാഹരണ സഹിതം വിശദീകരിക്കാം. ഒരു മഅ്മൂമ് അയാള് ഒന്നാമത്തെ തഹിയ്യാത്ത് അയാൾ മറന്നു, ഒന്നാമത്തെ തഹിയ്യാത്ത് അയാൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ അയാൾ നൃത്തത്തിലേക്ക് മൂന്നാമത്തെ റക്അത്തിലേക്ക് നിന്നു. പക്ഷേ അയാള് ഈ നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് ഇമാമ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റതിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഒരിക്കലും മഅ്മൂമ് തിരിച്ച് ഒന്നാമത്തെ തഹിയ്യാത്ത് ഓതാൻ വേണ്ടി ഇരുത്തത്തിലേക്ക് പോകാൻ പാടില്ല, മറിച്ച് ഇമാമിനോട് കൂടെ തുടരണം. അതേ സ്ഥാനത്ത് ഇമാമ് ഒന്നാമത്തെ തഹിയ്യാത്ത് ഓതിക്കൊണ്ടിരിക്കെ മഅ്മൂമ് നൃത്തത്തിലാണുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും നൃത്തത്തിൽ മൂന്നാമത്തെ റക്അത്ത് ആയതുകൊണ്ട് മഅ്മൂമ് ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ ഇമാമ് നൃത്തത്തിൽ എത്തുന്നത് വരെ മഅ്മൂമ് ഓതിയ ഫാത്തിഹ മുഴുവനും നിർബന്ധമായിട്ടും വീണ്ടും ഓതണം. കാരണം ഇമാമ് എത്തുന്നതിന് മുമ്പ് തുടങ്ങിയ ഫാത്തിഹയാണ്, അത് പരിഗണിക്കുകയില്ല. അപ്പൊ ഇമാമ് എത്തിയതിന്റെ ശേഷം മഅ്മൂമ് എന്ത് ചെയ്യണം? ആ ഫാത്തിഹ തുടക്കം മുതൽ ഒന്നുകൂടി നിർവഹിക്കണം. ഇമാമ് വരുന്നത് വരെ ഓതിയ ഫാത്തിഹ അത് അസാധുവാണ്, അത് പരിഗണിക്കപ്പെടുകയില്ല. ഇപ്രകാരം തന്നെ ഒരു മഅ്മൂമ് ഖുനൂത്ത് മറന്നുകൊണ്ട് ഒന്നാം സുജൂദിലേക്ക് പോയി. പക്ഷേ ഇമാമ് ഖുനൂത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഉടനെ തന്നെ മഅ്മൂമ് ആ ഒന്നാം സുജൂദിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വന്ന് ഇമാമിനോടൊപ്പം ഖുനൂത്തിൽ പങ്കുചേരേണ്ടതാണ്. അത് നിർബന്ധവും ആണ്. ഇനി അതല്ല, ഇമാമ് ഖുനൂത്തിൽ നിൽക്കെ മഅ്മൂമ് ഒന്നാം സുജൂദും കഴിഞ്ഞ് ഇടയിലെ ഇരുത്തത്തിലേക്കോ അല്ലെങ്കിൽ രണ്ടാം സുജൂദിലേക്കോ പ്രവേശിക്കലോട് കൂടെ തന്നെ അയാൾ ഇമാമിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞു, ഇമാമിന്റെ പരിധിയിൽ നിന്ന് കഴിഞ്ഞത്. ഇമാമിനോട് ഒരു ഫർളിനേക്കാൾ കൂടുതൽ മുന്താൻ പാടില്ല. അങ്ങനെ ഒരു നിബന്ധനയുണ്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ഒരു ഫർള്, അത് ഒന്നാമത്തെ സുജൂദാണ്. ഒന്നാമത്തെ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കലോടുകൂടി അത് രണ്ടാമത്തെ ഫർളിലേക്ക് പ്രവേശിക്കലായി. അങ്ങനെ വരുമ്പോ ആ റക്അത്ത് അയാളുടെ പരിധിയിൽ, അയാളുടെ കണക്കിൽ ഉണ്ടാവുകയില്ല. ഇമാമിന്റെ സലാമിന്റെ ശേഷം ഒരു റക്അത്ത് കൂടി മഅ്മൂമ് കൊണ്ടുവരേണ്ടി വരും. അപ്പോ ഇമാമു ഖുനൂത്ത് ഓതിക്കൊണ്ടിരിക്കെ മഅ്മൂമ് ഒന്നാം സുജൂദിലെത്തി. ഒന്നാം സുജൂദിലും കഴിഞ്ഞ് ഇടയിലെ ഇരുത്തത്തിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വരുന്നത് ഇമാമ് നൃത്തത്തിലാണ്, ഖുനൂത്തിലാണ്, ഇഅ്തിദാലിലാണ് ഉള്ളതെന്ന്. എങ്കിൽ പിന്നെ അവിടെ തിരിച്ച് ഇഅ്തിദാലിലേക്ക് മഅ്മൂമ് വരേണ്ടതില്ല. അവിടെ എവിടെയാണോ ത്വീലായ റുക്ന് വരുന്നത് അവിടെ വെച്ച് ഇമാമിനെ കാത്തു നിൽക്കുക. അപ്പൊ ഇമാമിനേക്കാൾ മുൻകടന്ന കാരണത്താൽ തന്നെ, അതും ഒരു ഫർളിനേക്കാൾ കൂടുതൽ മുൻകടന്ന കാരണത്താൽ ആ മഅ്മൂമിന്റെ ആ റക്അത്ത് പരിഗണിക്കുകയില്ല. അതുകൊണ്ട് ഇമാം സലാം വീട്ടിയതിന്റെ ശേഷം പുതിയ ഒരു റക്അത്ത് മഅ്മൂമ് കൊണ്ടുവരണം.
അപ്പൊ നിസ്കാരം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു സംഗതിയാണ്. അത് അതിന്റെ നിയമം അനുസരിച്ച് നിർവഹിക്കേണ്ടതുമാണ്. അപ്പൊ അതിൽ നിയമങ്ങൾ വീഴ്ച വരുത്താതെ നിർവഹിച്ചുകൊണ്ട് അമലുകൾക്ക് പരിപൂർണമായ ഖബൂലിയത്ത് ഉണ്ടാവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.